നമസ്കാരം. പ്രമുഖ മുസ്ലിം യുവ പണ്ഡിതൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അൽ അസ്ഹരിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത്. സ്വാഗതം. ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സാംസ്കാരിക പരിസരം എങ്ങനെയാണ് വർത്തമാനകാലത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മുസ്ലിങ്ങള് ഇന്ത്യയിലാണുള്ളത്. അവർക്കിവിടെ ഇസ്ലാമികമായി ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. മതം പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതത്തെ യാതൊരു നിലക്കും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. മതസംഘടനകൾ പ്രവർത്തിക്കുന്നിടത്തെല്ലാം അവര് മതപ്രബോധനത്തോടൊപ്പം പൂർവകാല ഇന്ത്യൻ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്തതുപോലെ തന്നെ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളില്, ദേശീയ സമുദ്ധാരണത്തില് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളം പോലെ കൂടുതൽ പണ്ഡിതന്മാരുടെ നേതൃത്വവും സംഘടനാ മുന്നേറ്റവും ഉണ്ടായ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ വളരെ മുന്നേറ്റം കൈവരിച്ചു. അത്തരം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ മറ്റു മതക്കാരുമായി പഴയ കാലത്ത് ജീവിച്ചതുപോലെ തന്നെ ഇന്നും ജീവിച്ചു വരുന്നു. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ മതപണ്ഡിതന്മാരുടെ സംഘടനകൾ അത്ര ശക്തമല്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവർക്കൊരു നേതൃത്വം കൊടുക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ സാമൂഹിക മീഡിയകളിലും മറ്റും പ്രചരിക്കുന്ന വാർത്തകളിൽ അവയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജനങ്ങൾ ചില വസ്തുതകൾ, തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ വിഭാഗം മറ്റു മതങ്ങളിലുള്ളതുപോലെ തന്നെ മതത്തിന്റെ യഥാർത്ഥ ചിന്തയിൽ നിന്നും മാറി, അല്ലെങ്കിൽ ചില ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഉണ്ടായിരുന്ന വലിയ ചിന്തകന്മാരോ എഴുത്തുകാരോ ആയി അറിയപ്പെട്ട വ്യക്തികൾ ചില കാലങ്ങളിൽ എഴുതിവെച്ച അബദ്ധങ്ങളെ പിന്തുടർന്നുകൊണ്ട് അത്തരം ചില പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ സമീപകാലത്ത് ഇത് മൊത്തം മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവമല്ല. മുസ്ലിങ്ങളിലെ വളരെ മൈക്രോ മൈന്യൂട്ടായിട്ട് ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു ചിന്താഗതിയും പ്രവർത്തനവുമാണ് എന്ന് ലോകം പക്ഷെ അതാണ് ഒരുപക്ഷെ ഇസ്ലാമിന്റെ പേരിൽ പുറത്തേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നത് അവരെ കുറിച്ചാണ്. നമുക്കറിയാം, ഉത്തരേന്ത്യ പരമ്പരാഗതമായി അല്ലെങ്കിൽ പ്രാചീന കാലത്ത് ഇസ്ലാമിന് വലിയ സംഭാവനകൾ നൽകിയ പ്രദേശമാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയെ പോലുള്ള അല്ലെങ്കിൽ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെ പോലുള്ള ഒരുപാട് പ്രതിഭകളുടെ ജന്മസ്ഥലം അല്ലെങ്കിൽ അവരുടെ കർമ്മമണ്ഡലമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഉത്തരേന്ത്യയിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ അടയാളപ്പെടുത്തലുകൾ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? അത് ഔലിയാക്കന്മാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഇവിടെ ഇസ്ലാം വളരെ നന്നായി പ്രചരിച്ചിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റയടിക്ക് ഇസ്ലാമിലേക്ക് വരുന്ന സംഭവങ്ങളാണ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെയും നിസാമുദ്ദീൻ ദഹ്ലവിയുടെയും അതുപോലെയുള്ള ഔലിയാക്കന്മാരുടെയൊക്കെ കാലത്ത് ഉണ്ടായത്. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വന്നതുകൊണ്ട് അന്യമതസ്ഥരാരും ഇസ്ലാമിനെതിരായതുമില്ല. അത് നമ്മൾ വളരെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും നിസാമുദ്ദീനിൽ ചെന്നപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകള്, അതിന്റെ ഉറച്ച വിശ്വാസികള്, രാഷ്ട്രീയപരമായി ചില പ്രത്യേക പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരെ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്ത് അത്തരം ആളുകൾ മുഴുവനും ദർഗകളിൽ വരികയും പ്രത്യേകിച്ച് അജ്മീർ ദർഗയില് അവിടുത്തെ നേർച്ചയുടെ സമയത്ത് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരൊക്കെ അവിടെ ചാദർ കൊടുത്തയക്കുന്നതും എല്ലാം അവരുടെ സന്ദേശത്തോട് വിയോജിപ്പില്ല എന്നാണ് അറിയിക്കുന്നത്. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയ ഒരു മഹത് വ്യക്തിത്വത്തെ അന്യമതക്കാരായ ആളുകൾ, ഹിന്ദുക്കൾ പ്രത്യേകിച്ചും ആദരിക്കുകയും അവരുടെ സന്ദേശത്തെ ഉൾക്കൊള്ളുകയും, സന്ദേശത്തിൽ നിന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മിഷനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നീട് ഈ ചില തലങ്ങളിൽ ഹിന്ദുത്വവാദം അവര് മുസ്ലിങ്ങൾക്കെതിരായി ചിന്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം അവരുടെ ജീവിതമായിരുന്നു. ആ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരുടെ സൂഫികളുടെ ജീവിതമായിരുന്നു ഖുർആൻ. ഇന്ന് ഖുർആൻ എന്ന് പറയുന്നത് ചിലർ എഴുതി വെക്കുന്ന ഉറുദുവിലോ മലയാളത്തിലോ എഴുതി വെക്കുന്നതിനെയാണ് ഖുർആനായി വായിക്കപ്പെടുന്നത്. അത് ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ ഇതിന്റെ ഒരു ഈ സൂഫി പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ചയില്ലായ്മ ഇതിനൊരു കാരണമായിരിക്കല്ലേ? നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ സൂഫി ദർഗകളിൽ ജാതി മത ഭേദമന്യേ ആളുകളുടെ ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു പല സൂഫി പർണശാലകളും. പക്ഷെ
അതിന്റെ ഒരു തുടർച്ച ഇല്ലാതായതായിരിക്കുമോ ഈ ഒരു തെറ്റിദ്ധാരണക്ക് പിറകെ? റിയൽ ഇസ്ലാമിനെയാണല്ലോ സൂഫിസം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലുള്ളത് യഥാർത്ഥ സൂഫി സിസ്റ്റമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിനു മുമ്പുണ്ടായിരുന്ന മഖ്ദൂമുമാരും ഹവാരിൻ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഇവിടെ പഠിപ്പിച്ച ആ സിസ്റ്റത്തിന് ഭംഗം വരുന്നു എന്ന ഒരു തോന്നലുണ്ടായപ്പോഴാണ്, അഥവാ ദേശീയധാരയിൽ നിന്ന് മുസ്ലിങ്ങളെ പിറകോട്ട് വലിച്ചു. പ്രത്യേകിച്ച് മുജാഹിദുകൾ വന്ന സമയത്ത് അവര് വിദ്യാഭ്യാസ രംഗത്തുനിന്ന് മുസ്ലിങ്ങളെ പിറകോട്ട് വലിച്ചു. കാരണം ഇവിടെ അറബി മലയാള സാഹിത്യത്തിൽ 10,000-ലേറെ പുസ്തകങ്ങളുണ്ടായിരുന്നു. അതിൽ സാഹിത്യവും ശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പൊ ഈയിടെ അലിഗറിലെ മുൻ VC എന്നോട് പറഞ്ഞു, കേരളത്തിന്റെ ബോട്ടണിയിൽ ആകെ ഒരു പുസ്തകം ഇപ്പോൾ ഒരൊറ്റ പുസ്തകമാണുള്ളത്. അപ്പൊ അന്ന് അറബി മലയാളത്തിൽ 500 പേജുള്ള 12 വള്ളിയുമുള്ള പുസ്തകം കേരളത്തിന്റെ മുഴുവൻ സസ്യലതാദികളെയും മാർക്ക് ചെയ്തത് ഉണ്ടായിരുന്നു. അതുപോലെ ഗോളശാസ്ത്രവും ജിയോഗ്രഫിയും ആസ്ട്രോണമിയും എല്ലാം പണ്ഡിതന്മാരും മസ്ജിദുകളിൽ വെച്ച് പഠിപ്പിച്ചിരുന്നു, ത്വബ് പഠിപ്പിച്ചിരുന്നു. അത്തരം ഭൗതിക പഠനങ്ങളിൽ നിന്നെല്ലാം മുസ്ലിങ്ങളെ പിറകോട്ട് വലിക്കുകയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദും ഷിർക്കും എന്നുള്ളൊരു ചർച്ചയിലേക്ക് മുജാഹിദ് വിഭാഗം കൊണ്ടുപോവുകയും അങ്ങനെ വിദ്യാഭ്യാസപരമായി മുസ്ലിങ്ങൾ പിന്നോട്ട് പോവുകയും ചെയ്തു. അന്നത്തെ മുസ്ലിങ്ങളിലുണ്ടായ വളർച്ച അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് ഹിന്ദുക്കളിലേക്കും മറ്റു മതക്കാരിലേക്കും എല്ലാവരിലും ഈ ഒരു വിദ്യാഭ്യാസ ഉയർച്ചയുണ്ടാകുമായിരുന്നു. അത് നഷ്ടപ്പെട്ടു. ഒന്നുകിൽ കേരളം ഇന്നത്തെ ഒരു നിലവാരത്തിൽ ജപ്പാൻ പോലെയോ കൊറിയ പോലെയോ ഉയരേണ്ട ഒരു നാടായിരുന്നു നമ്മുടെ നാട്. അതിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകാനുണ്ടായ കാരണം ഈ ഒരു ആശയം, മതം എന്ന് പറയുന്നത് കേവലം തൗഹീദ് ഷിർക്ക് എന്നുള്ള ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നൊരു കാര്യവും, പ്രത്യേകിച്ച് മൗദൂദി സാഹിബിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിന് ശേഷം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ പാടില്ല, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പാടില്ല, സർക്കാർ ഉദ്യോഗം നേടാൻ പാടില്ല എന്നുള്ള ആ ചിന്താഗതികള് മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയുടെ ഘടികാരത്തെ പിറകോട്ട് വലിച്ചു. പക്ഷെ പ്രചരിപ്പിക്കപ്പെടുന്നത് മറ്റൊരു തരത്തിലാണ്. മുസ്ലിം വിഭാഗത്തിലെ യാഥാസ്ഥിതികന്മാരെന്ന് അവഹേളിക്കപ്പെടുകയോ ആക്ഷേപിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് സുന്നികൾ. അവരാണ് മുസ്ലിങ്ങളെ വിദ്യാഭ്യാസപരമായി പിറകോട്ട് വലിച്ചത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കി അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം നിഷിദ്ധമാക്കി എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് വസ്തുതക്ക് വിരുദ്ധമാണ്. ആ കാര്യം ഇപ്പോ ലോകം മനസ്സിലാക്കി. ഇംഗ്ലീഷാണ് വിദ്യാഭ്യാസം എന്ന് വരുത്തി തീർത്തു. ഇംഗ്ലീഷ് ആയിരുന്നില്ലല്ലോ, അറബി മലയാളമായിരുന്നു ഇന്ത്യയുടെ തന്നെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന പേർഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു. അതിലാണ് ശാസ്ത്രവും സാഹിത്യവും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചത് തന്നെ വൈജ്ഞാനികമായും ധൈഷണികമായും സമ്പന്നമല്ലാത്ത ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു ലക്ഷ്യം. ഇംഗ്ലീഷിൽ കൾച്ചർ എന്ന വാക്ക് ഇന്ത്യയിൽ നിന്ന് കടമെടുത്തതാണെന്നല്ല പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഷയിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ അവർ പിറകോട്ട് പോകുന്നു. അന്ന് ഇംഗ്ലീഷിൽ മാനുഷികം പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ഞങ്ങൾ മുന്നോട്ട് വലിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണത്തിന്റെ പിറകിൽ പിന്നോട്ട് വലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അഥവാ സർവതലസ്പർശിയായ ഇസ്ലാമിനെ കേവലം ആരാധനകളിലേക്ക് മാത്രം ചുരുട്ടിക്കൂട്ടി ഈ വിഭാഗം അതിനെ പരിമിതപ്പെടുത്തി എന്ന് പറയാം. അതോടുകൂടി മുസ്ലിം എന്നത് വേറൊരു സാധനം, മറ്റു മതക്കാരുമായി ഇടപഴകാൻ സാധിക്കാത്തൊരവസ്ഥ സൃഷ്ടിച്ചു. ഇത് ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ അവർ ഹിന്ദുത്വത്തിന് വേണ്ടി വാദിക്കുന്നു, അപ്പൊ നമുക്കെതിരെ അവര് രൂപം കൊണ്ടുവരികയാണ് എന്നുള്ളൊരു ചിന്ത മുസ്ലിമിന്റെ മനസ്സിൽ നിറച്ചു വരികയും മുസ്ലിം അവൻ തീവ്രവാദിയാണ്, അവൻ ബോംബുണ്ടാക്കുകയാണ് എന്ന് മറുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ തമ്മിൽ കൂട്ടിമുട്ടാതെയും പരസ്പരം ചേർന്നിരുന്ന് ചർച്ച ചെയ്യാതെയും അത് ആ രൂപത്തിലാണ് ഇപ്പോ രൂപപ്പെട്ടു വരുന്നത്. പഴയകാലത്ത് നേർച്ചകളില് അതുപോലെ മുസ്ലിം ആഘോഷങ്ങളിലെല്ലാം രണ്ടു മതക്കാരും ഒന്നിച്ചു ചേർന്നുള്ള സദസ്സുകളും മറ്റുണ്ടായിരുന്നു. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ സമാഖാനിയും നിസാമുദ്ദീൻ ദഹ്ലവിയുടെ കവിയായിരുന്ന അബുൽ ഹസൻ അമീർ ഖുസ്രുവിന്റെ ഗാനങ്ങളും എല്ലാം കേൾക്കാൻ എല്ലാ മതക്കാരും വന്നിരുന്നു. അതുകൊണ്ട് മുസ്ലിമിന്റെ മദ്രസയിൽ എന്താണുള്ളത്, മസ്ജിദിൽ എന്താണുള്ളത്, ഇവന്റെ ചിന്തയിൽ എന്താണുള്ളത് എന്ന് ഹിന്ദുക്കൾക്കറിയാം. അപ്പോ കൂടെ ഇരിക്കുന്ന ഹിന്ദുവിന്റെ മനോഭാവം എന്താണെന്ന് മുസ്ലിമിനും അറിയാം. ഇത് രണ്ടിനെയും അകറ്റി നിർത്തിയ ഒരു ചിന്താഗതി എന്ന് യഥാർത്ഥത്തിൽ താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ന് വലിയൊരു വിടവ് സൃഷ്ടിക്കുന്നുണ്ട് എന്നത് വലിയ സത്യമാണ്. ശരി, ആ വിടവ് നികത്തുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷെ അങ്ങയെ പോലുള്ള യുവ പണ്ഡിതന്മാർ ഏറ്റെടുക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യം. അത് സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തൊക്കെയാണ് അതിനുള്ള
നടപടികൾ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിലായിരുന്നു, അല്ലെങ്കിൽ നിരന്തരമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തെ പ്രചരിപ്പിക്കുക എന്ന, അല്ലെങ്കിൽ അവരിലേക്ക് മനുഷ്യത്വത്തെ എത്തിക്കുക എന്ന വലിയൊരു ദൌത്യം ഏറ്റെടുത്ത ആളുകളിൽപ്പെട്ടവരാണ് താങ്കളൊക്കെ. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് അവരുടെ പ്രതികരണം, അല്ലെങ്കിൽ ഇതിനൊരു പ്രതീക്ഷ നമുക്കുണ്ടോ ഈ ഘട്ടത്തിൽ? ഞങ്ങളുടെ പിൻഗാമികളുടെ, നമ്മളുടെ വലിയ പണ്ഡിതന്മാരുടെ, അവരുടെ മുന്നിലുള്ള ആളുകളുടെ പ്രവർത്തനത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ കാണുന്നത്. ഉത്തരേന്ത്യയിലുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ പ്രചരിപ്പിച്ചു, ഇവിടെ സേവനം ചെയ്തു, അതുപോലെ ഇവിടെ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് പോകുന്നു. അത് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ ഭൂമിയിലെ വലിയ 99% ഇപ്പോഴും കറപ്റ്റഡ് അല്ല, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ് അവിടേക്ക് ഉള്ളത്. അതേസമയം അവർക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, വിഭജനം പോലുള്ള ഘട്ടങ്ങളിലുണ്ടായ ഒട്ടേറെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ വെസ്റ്റ് ബംഗാളിലും ആസാമിലും അതുപോലെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലും, അതുപോലെ രാജസ്ഥാനിന്റെയും ഗുജറാത്തിന്റെയും മറ്റുമൊക്കെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും കശ്മീരിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പിന്നാക്കാവസ്ഥയുണ്ട്. അതിൽ നിന്ന് അവരെ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവരികയും വിദ്യാഭ്യാസപരമായി ഉയർത്തുകയും അതിന്റെ ഭാഗമായി അവർക്ക് ആവശ്യമായി വരുന്ന മറ്റ് റിലീഫ് ചാരിറ്റി പ്രവർത്തനങ്ങളും ഇതാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിലെ മാജിഗണ്ടയിൽ മർഗസിന്റെ 2ാമത്തെ ക്യാമ്പസിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. റൈഹാൻ വാലി എന്ന പേരിൽ യതീം കുട്ടികൾക്കുള്ള സ്ഥാപനവും മോഡൽ സ്കൂളും അതുപോലെ മെഡിക്കൽ സെന്ററിന് തറക്കല്ലിട്ട് അവിടുത്തെ മന്ത്രിമാരും ന്യൂനപക്ഷ കമ്മീഷന്റെ ആളുകളും എല്ലാവരും സംബന്ധിച്ചിരുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു സ്ഥലത്തും പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ആ നാട്ടിൽ പ്രവർത്തിക്കുന്നു, ആ നാട്ടുകാരെ ചേർത്ത് പ്രവർത്തിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ആ നാട്ടുകാരുടെ ഒരു സഹകരണത്തോടു കൂടെയുള്ള ഒരു പ്രവർത്തനം പൂർണ്ണമായും അവരെ വളർത്തിക്കൊണ്ടുവരിക, ഭാവിയിൽ ആ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുക. ഇപ്പൊ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചത് മുൾത്താനിൽ നിന്ന് വന്ന ഫരീദ് ഔലിയയും യുപിയിലെ മാണികപൂരിൽ നിന്ന് വന്ന നമ്മുടെ നാഗൂറിലെ അബ്ദുൽ ഖാദർ മീറാനൻ നാഗൂരിയും, അതുപോലെ അറബിയിൽ നിന്ന് വന്ന ഇബ്രാഹിം ബാദുഷായും, ഇങ്ങനെ നോർത്ത് നിന്നുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ പൂർണ്ണമായും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിന്ന് അങ്ങോട്ടൊരു ബാധ്യത തന്നെയുണ്ട്, നമുക്ക് തിരിച്ചു കൊടുക്കലിന്റെ ഒരു ബാധ്യത. കാരണം അവർ ഒരു അധോഗതിയിൽപ്പെട്ട സമയത്ത് നാം അവരെ സഹായിക്കുക. റിലീഫ് രംഗത്ത് തന്നെ നോക്കാം. കോഴിക്കോട്ടെ JDT ഇസ്ലാം പഞ്ചാബികളാണ്. പഞ്ചാബിയായ അബ്ദുൽ ഖാദർ കസൂരി, അദ്ദേഹവും അവര് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഇന്ത്യൻ എക്സ്പ്രസിലുള്ള ഒരു ലേഖനം കണ്ടിട്ട് കേരളത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കുകയല്ല, നമ്മൾ തിരിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളൊരു ബാധ്യത നിറവേറ്റുക എന്നതിൽ കവിഞ്ഞൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഒരു വേദനയാണ് ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദിന്റെ വ്യവഹാരങ്ങൾ കോടതിയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നടക്കുന്നതാണ്. ഈയിടെയാണ് സുപ്രീം കോടതി പറഞ്ഞത് കോടതിക്ക് പുറത്തുള്ള മധ്യസ്ഥതയെക്കുറിച്ച്. ബഹുമാനപ്പെട്ട കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ മറുപടി ഈ വിഷയത്തിൽ ചർച്ചയാവാം എന്നുള്ളതാണ്. കോടതിക്ക് പുറത്ത് ഒരു ഒത്തുതീർപ്പാണെങ്കിൽ അങ്ങനെ ഇതിന് ചർച്ചയാവാം എന്നുള്ളത്. ഒരുപക്ഷെ അതിനെ വളരെ പോസിറ്റീവായി കാണുന്ന വലിയൊരു വിഭാഗം ജനതയുണ്ട്, പക്ഷെ അതേസമയം ആശങ്കയോടെ കാണുന്നവരുമുണ്ട്. കോടതിക്ക് പുറത്തുള്ള ഒരു ഒത്തുതീർപ്പാണോ, ഒരു ചർച്ചയാണോ, അതല്ല കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്ന ജനതയ്ക്കുള്ള ഒരു പ്രതീക്ഷയാണോ? ഏതാണ് ഈ സമയത്ത് അഭികാമ്യമായിട്ടുള്ളത്? കേരള മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ തലത്തിലേക്കുള്ള വ്യാപനത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ കമ്മിറ്റി രൂപവൽക്കരിക്കുന്ന സമയത്തുണ്ടായ ഒരു പത്രസമ്മേളനത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിൽ മുസ്ലിം ജമാഅത്ത് വന്നൊരു സാഹചര്യം നമുക്കറിയാം. ഇവിടെ സംസ്ഥയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ SYS-ഉം SSF-ഉം വളർന്നു വന്ന് അത് മുഴുവൻ ജനങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ അതിനെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള വലിയൊരു സെറ്റപ്പാണ് മുസ്ലിം ജമാഅത്ത്. ഡൽഹിയിൽ അത് രൂപീകരിച്ചതും അതിനുവേണ്ടിയാണ്. ആ രൂപത്തിൽ എല്ലാ സ്റ്റേറ്റുകളിലും വരുമ്പോൾ മുസ്ലിംകളിൽ നല്ലൊരു അവബോധവും വിദ്യാഭ്യാസവും വളർന്ന് അവർ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന് മറ്റു മതക്കാരെ മനസ്സിലാക്കാൻ സാധിച്ച് അവരിങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിച്ച് പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന തർക്ക വിഷയങ്ങൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എപ്പോഴും തടസ്സമാണ് സൃഷ്ടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഏക വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാം തുടക്കത്തിൽ വളർന്നത്. പിന്നെ ഖലീഫമാരിലാണ്, അതിനുശേഷം ഷൂറകളിലാണ്. അക്കാലഘട്ടങ്ങളിലൊക്കെ ഭരണാധികാരികൾ മുഴുവനും പണ്ഡിതന്മാരും വിവരമുള്ളവരുമാണ്, യോഗിയായ ആളുകളാണ്. അന്ന് മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരാണ് ഹാക്കിമുകളായിട്ടുള്ളത്. പിന്നീട് ഭരണാധികാരികൾ കേവല രാഷ്ട്രീയക്കാരായി മതത്തെക്കുറിച്ചൊന്നും വിവരമില്ലാത്തവരായി മാറുകയും
അപ്പോൾ മതകാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പണ്ഡിതർ വേറെ വളരേണ്ട ഒരു സ്വഭാവം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഈ പണ്ഡിതന്മാർക്കിടയിൽ മതപരമായ വിഷയങ്ങളിലുള്ള ചർച്ചകളും കാര്യങ്ങളും അതിലും ചിലപ്പോൾ തർക്കങ്ങളിലേക്ക് വഴിവെക്കുകയും വിഷയങ്ങൾ പരിഹരിക്കുക, അത് ഫോക്കസ് ചെയ്യുക എന്നുള്ള ഒരു പാരമ്പര്യം യഥാർത്ഥത്തിൽ തുടർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും മാറി ക്രിയേറ്റീവായി കാര്യങ്ങളിലേക്ക്, തർക്കമുള്ള വിഷയം അവിടെ നിൽക്കട്ടെ, തർക്കമില്ലാത്ത വിഷയങ്ങൾ ഏറെയുണ്ടല്ലോ, അതിൽ മുന്നോട്ട് പോവുക എന്നൊരു സാഹചര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം മറക്കപ്പെടും. ബാബരി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ വെച്ചാണ് തീരേണ്ടത് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം, അങ്ങനെയാകുമ്പോൾ പിന്നെ തർക്കങ്ങൾക്ക് വഴിയില്ല. പുറമേ നിന്നുള്ള ഒത്തുതീർപ്പാണ് പരിഹരിക്കപ്പെടുമെങ്കിൽ തീർച്ചയായും അത് സ്വാഗതം ചെയ്യേണ്ടതാണ്, അതിന്റെ ശ്രമങ്ങൾ നടത്തുന്നതാണ്. കാരണം പതിറ്റാണ്ടുകളായി കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയം നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ, നോർത്ത് ഇന്ത്യയിൽ അവരാണല്ലോ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നത്. അവിടുത്തെ മുസ്ലിം നേതൃത്വം കോടതിയിൽ വെച്ച് തന്നെ തീരണം എന്ന് പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്നാണ്. പുറത്തു വന്നാൽ ചിലപ്പോ ഇത് ഒരു നല്ല നിലയ്ക്ക് തീർന്നുകൊള്ളണം എന്നില്ല. കോടതിയാവുമ്പോൾ ഇനി എന്ത് പറഞ്ഞാലും ആർക്കും അംഗീകരിക്കാമല്ലോ, അതോടുകൂടി അവസാനം. അവിടെയാണ് ഒരു ആശങ്ക. ഉത്തരേന്ത്യയിലുള്ള പ്രത്യേകിച്ചും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുമെല്ലാം അവർ പറയുന്നത് കോടതി തന്നെ തീരുമാനമെടുക്കട്ടെ, നീതിയുക്തമായ വിധി വരട്ടെ എന്നുള്ളത്. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ വിധത്തിലുള്ളൊരു ഈ ഒരു സംസാരം എന്ന് പറഞ്ഞാല് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് ചർച്ചയാവാം എന്ന് പറഞ്ഞതുകൊണ്ട് കോടതിയിൽ വിധി പറയേണ്ടതില്ല, അല്ലെങ്കിൽ കോടതി വിധിയേക്കാൾ മെച്ചമാവുക ഇതാണ് എന്ന അർത്ഥത്തിലല്ല. ഏതൊരു വിഷയത്തിലും ഷൂറ, ഡിസ്കഷൻ, ആർബിട്രേഷൻ, അത് പുറമേ നിന്നുള്ളതായിരുന്നാലും അതിൽ ചിലപ്പോൾ ഗുണം കാണും. തീർച്ചയായിട്ടും മുത്തലാഖ് വിഷയമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് മുത്തലാഖ് വിഷയത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ കടുത്ത ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ വിഷയത്തിൽ അത്ര ദുരിതം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ മുത്തലാഖ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിവില്ലായ്മ ഇതിന്റെ ഒരു പ്രശ്നമല്ലേ? വലിയൊരു പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്പോക്സ്മാൻ അതിനെക്കുറിച്ച് പറയുന്ന ആർക്കും വേണ്ടത്ര ഇതിനെക്കുറിച്ച് അവർ പഠിച്ചിട്ടില്ല എന്നതാണ്. മുത്തലാഖ് യഥാർത്ഥത്തിൽ സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. യഥാർത്ഥത്തിൽ ഒരു പിണക്കമുണ്ടായി ഭാര്യയും ഭർത്താവും പിരിയുന്ന ഒരു സമയത്ത് ഒരു ത്വലാഖ് ചൊല്ലി പിരിഞ്ഞാൽ മതി, എങ്കിൽ ചിലപ്പോൾ തിരിച്ചെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമല്ലോ. പക്ഷെ തീരെ അതിന് സാധ്യതയില്ലാതെ നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം നേടി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിന് ഒരു ത്വലാഖ് മാത്രം ചൊല്ലിയാൽ അവൾ വീണ്ടും ഭീഷണിയിലാണ്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ മാത്രമാണ് 3 ത്വലാഖും ഒന്നിച്ച് ചൊല്ലി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പെണ്ണ് രക്ഷപ്പെട്ടു. അഥവാ സ്ത്രീക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണത്. പിന്നെ ഏത് നിയമത്തെയും തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അവിടെ ഗവൺമെന്റിന് നിയമം കൊണ്ടുവരാം. അവിടെയാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ വിഷയം യഥാർത്ഥത്തിൽ ഈ മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ അപമാനപ്പെടുത്താനോ ക്രൂശിക്കുവാനോ ശ്രമിക്കുന്നവർക്കിടയിലേക്ക് എന്താണ് മുത്തലാഖി എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതനെ? ഞാൻ പറയുന്നത് അത് വളരെ വളരെ ചെറിയൊരു വിഷയം മാത്രമാണത്. അത് നമുക്കിടയിലേക്ക് ചെറിയൊരു വിഷയം ഇട്ട് തരിക, അത് ആ പന്തിന് പിന്നിൽ നമ്മളെല്ലാവരും കൂടെ കളിക്കുക, മറ്റു കാര്യങ്ങൾ മറക്കുക. അഥവാ യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചു വിടാനുള്ള പോകേണ്ട കാര്യം ഇല്ല. പക്ഷെ ഈ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അറിവില്ലാത്തവർക്കിടയിലേക്ക് ഇതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമല്ല. അതും അല്ല, ആ ഉത്തരവാദിത്തമാണ് പണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ചർച്ചയായി അതിന് ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് വരുമ്പോൾ മുഖ്യ വിഷയങ്ങൾ മറക്കപ്പെട്ടു പോകും. ഒരിക്കലും തന്നെ നമ്മെ ഭിന്നിപ്പിച്ചു നിർത്താനുള്ള ശ്രമത്തിൽ നാം പരാജയപ്പെട്ടുകൂടാ. നമ്മെ ഭിന്നിപ്പിച്ചു നിർത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകരുത് ഒരിക്കലും. നാം അതിനേക്കാളും വലിയ കാര്യങ്ങൾ, യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിമാറിപ്പോകരുത്. ഇസ്ലാമിന്റെ ഒരു സമഗ്രതയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ത്വലാഖ് ചെറിയൊരു വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് ഇസ്ലാമിന് വലിയൊരു ചർച്ചയുണ്ട്, ഒരുപാട് പേജിലുള്ള ഡിസ്കഷനുകളുണ്ട്. മറ്റു മതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കെട്ടിയാലും ഒഴിവാക്കിയാലും അതിനൊന്നും നിയമമില്ല. അപ്പൊ അതൊരു നിയമമുള്ളത് കൊണ്ടാണല്ലോ ചർച്ച വരുന്നത്. പിന്നെ ഇത്തരം ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളും ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരെയുള്ള ഇത്തരം രൂപത്തിലുള്ള വിമർശനങ്ങളെല്ലാം വരുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഇങ്ങനൊരു വസ്തുത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ എന്നൊക്കെ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ രാജ്യത്തെല്ലാം ഇസ്ലാം വളരുകയാണ്. അപ്പൊ ആരാണ് ഈ വിവാദ പുരുഷൻ എന്ന് അറിയാൻ വേണ്ടി
ആളുകൾ കൂടുതൽ പഠിക്കും. അപ്പൊ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത ഒരു പുസ്തകത്തിൽ ഖാജ മൈനുദ്ദീൻ ചിശ്തിയുടെ കാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, അതിനുവേണ്ടി അദ്ദേഹം നിരവധി യുദ്ധങ്ങൾ ചെയ്തിരുന്നു എന്ന് എഴുതി വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒരൊറ്റ യുദ്ധം പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഇസ്ലാമിക പ്രബോധന രംഗത്ത് മതപണ്ഡിതന്മാർ സേവന രംഗത്തുകൂടെ അവർക്ക് നന്മ പഠിപ്പിച്ചു കൊണ്ടുവന്ന സ്ഥലത്ത് ഒരു തുള്ളി രക്തം പോലും ഉറ്റാതെയാണ് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ വസ്തു നന്നായി ലോകത്തിന് പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഇനി വേണ്ടത് എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അത് മുഖ്യമായും ചെയ്യേണ്ടത് നിങ്ങളെപ്പോലുള്ള മീഡിയകളാണ്. തീർച്ചയായും മീഡിയകളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾ വളരെ കൂടുതൽ ഇസ്ലാം സമഗ്രമാണ് എന്ന് അറിയാം. മുസ്ലിം വിശ്വാസികൾ അങ്ങനെയാണ് കരുതുന്നതും വിശ്വസിക്കുന്നതും ആ രീതിയിലാണ് പ്രചരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നതും. സമഗ്രമായ ഇസ്ലാമിൽ സ്വാഭാവികമായും രാഷ്ട്രീയവും ഉണ്ടാവില്ലേ? ഉണ്ടാകും. ആ രാഷ്ട്രീയം പക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഏത് വിധത്തിലായിരിക്കണം പ്രയോഗിക്കപ്പെടേണ്ടത്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാവുക എന്നുള്ളതാണ്. ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിൽ അതിന്റെ ഭാഗമായി തീരുകയാണ് മുസ്ലിംകൾ ചെയ്യേണ്ടത്. പക്ഷേ മതത്തിനോട് ചേർത്ത് ഇന്ത്യയിൽ നമുക്ക് മുസ്ലിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ രംഗത്തുണ്ടായ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു വന്ന മുസ്ലിം രാഷ്ട്രീയ കക്ഷികളാണ്. മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞ് വേർതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് മുഖ്യധാരാ പാർട്ടികളിലൊന്നും വിവേകമുള്ള ബുദ്ധിയുള്ള വലിയ മുസ്ലിം നേതൃത്വം കടന്നുവരുന്നില്ല. പിന്നൊന്ന്, ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്, അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും ആയിക്കൊള്ളും, വേറെ ഞങ്ങളാരും മുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ള ചിന്തയും വലിയ പാർട്ടികളിൽ ഉണ്ടായിത്തീരുന്നു. ഇതില്ലാത്ത, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാല് കേരളത്തില് മുസ്ലിം ലീഗുണ്ട്, ശക്തമാണ്. അതേസമയത്ത് മുസ്ലിം ലീഗിനെ പോലുള്ളൊരു മുസ്ലിങ്ങളുടെ വേറിട്ട പാർട്ടി ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും വളർച്ചയും വളരെ വലുതാണ്. ഇവിടെ ലീഗ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ലഭിക്കുന്നില്ല, ഒന്നും ലഭിച്ചില്ല എന്ന് പറയരുത്. അത്തരം കാര്യങ്ങൾ വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രവർത്തന ഫലമായി ഇന്ത്യയിലുണ്ടായ, കേരളത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്ത വലിയൊരു കാര്യം, വിദ്യാഭ്യാസപരമായി നമ്മൾ പിറകോട്ട് പോയി എന്നാണ്. കാരണം പഠിക്കാത്ത മനുഷ്യന്മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അറബി ഉറുദു ഭാഷകൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്നും നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ഞങ്ങൾ സ്കൂൾ നടത്തുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. അറബി ഉറുദു പഠിപ്പിക്കുന്ന അധ്യാപകര് അവർക്ക് അറബി അറിയില്ല, ഉറുദു അറിയില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ആ കുട്ടികൾക്കായിരിക്കും. അപ്പൊ പഠിക്കാതെ മാർക്ക് കൊടുക്കുകയും അപ്പൊ ഞങ്ങൾ പഠിച്ചില്ലെങ്കിലും മതി, ജോലി കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ കാരണമായി തീർന്നു. അഥവാ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം ഇല്ലാത്തടങ്ങളിൽ മുസ്ലിംകൾക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണോ പറയുന്നത്? മുസ്ലിം രാഷ്ട്രീയമായി വേറിട്ട് നിൽക്കാത്ത സ്ഥലങ്ങളിൽ മറ്റ് വലിയ കക്ഷികളിൽ, ഇപ്പൊ കോൺഗ്രസ് പോലുള്ള, CPM, സമാജ്വാദി പോലുള്ള ഓരോ സ്റ്റേറ്റിലും വലിയ കക്ഷികളിൽ മുസ്ലിംകൾ നേതാക്കളായി വരുന്നു. പക്ഷെ ആ നേതാക്കന്മാരോ അവരുടെ ആശ്രിതരിലോ ഒതുങ്ങുന്നു അവിടുത്തെ മുസ്ലിംകളുടെ വികസനം എന്നതൊരു വിഷയമല്ലേ? ഇല്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ പശ്ചിമ ബംഗാളുണ്ട്, ആസാമുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ബീഹാറുണ്ട്. എന്തുകൊണ്ട് ഇവിടങ്ങളിലൊന്നും വളരെ വലിയ മുസ്ലിംകൾ കേരളത്തിനേത് സമാനമായ വിധത്തിൽ ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തില് മുസ്ലിം ലീഗ് തുടക്കത്തിലേ ഉള്ളതാണ്. പക്ഷേ മതസംഘടനകൾ, സമസ്തയും അതിന്റെ പോഷക സംഘടനകളും മതസ്ഥാപനങ്ങളും ഉണ്ടാക്കി മുന്നോട്ട് വന്നപ്പോൾ മാത്രമാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ വിദ്യാഭ്യാസപരമായ ഒരു പുരോഗതി ഉണ്ടായത്. ഇപ്പൊ ഈ മർക്കസിന്റെ തന്നെ പറയാം, മർക്കസ് 1985 മർക്കസ് ഹൈസ്കൂളില് ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങുമ്പോൾ 100% വിജയിക്കുകയാണ്. അന്ന് കേരളത്തിലെ പല മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലും ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ 15%, 20%മാണ് SSLC വിജയിക്കുന്നത്. കാരണം അവിടെ സ്കൂളിലെ ആളെ അപ്പോയിന്റ് ചെയ്യുന്നത് അവരുടെ യോഗ്യത നോക്കിയായിരുന്നില്ല. പണ്ഡിതന്മാർ രംഗത്ത് വന്നതിന് ശേഷം, ഇപ്പോൾ മർക്കസിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നതിന് ശേഷം 300 ചില്ലാനും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ വന്നു. ഇതിനു മുമ്പ് വിദ്യാസമ്പന്നരായ കേരളത്തിലെ ചില ആളുകൾ ചേർന്നുകൊണ്ടുണ്ടാക്കിയ ഒരു സൊസൈറ്റി ഇംഗ്ലീഷ് മീഡിയം പഠനരംഗത്തേക്ക് കേരളത്തെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അവർ വന്നത് മതപണ്ഡിതന്മാർക്കും ദീനിന്റെ ആചാരങ്ങൾക്കും എതിരെയുള്ളൊരു മനോഭാവത്തോടു കൂടിയായതുകൊണ്ട് ജനങ്ങൾ അതിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഇത്രയും 50 വർഷം കഴിഞ്ഞൊരു സംഘടനയ്ക്ക് 50 സ്കൂള് അംഗീകാരമുള്ളത് ഇപ്പോഴുമായിട്ടില്ല.
നമ്മൾ 25 വർഷം കൊണ്ട് 300 ചില്ലാനം സ്കൂളിലേക്ക് പോയി. പക്ഷേ ഈ സ്കൂളുകൾക്കുള്ള അംഗീകാരം ഉണ്ടാക്കി തരുന്നതിലും ഒരുപക്ഷെ CH മുഹമ്മദ് കോയ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്ത് ആരംഭിച്ച ഒരു വിപ്ലവകരമായ പ്രവർത്തനത്തിന്റെ തുടർച്ചയല്ല. ഒരിക്കലുമല്ല. കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ മർക്കസിന് LP സ്കൂളിന് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയത് ഹൈസ്കൂളാണ്. കാരണം അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളൊരു മുടക്കമാണ് LP സ്കൂൾ അപേക്ഷിച്ചപ്പോൾ ഉണ്ടായത്. ശരിയായിരിക്കാം, ചിലപ്പോൾ പ്രാദേശികമായി അല്ലെങ്കിൽ സംഘടനാപരമായ ചില വിഷയങ്ങൾ അതിൽ കടന്നു വന്നിട്ടുണ്ടാവാം. അഹ്ലു സുന്നത്തി വൽ ജമാഅ സമസ്ത ഒരു സ്ട്രെങ്ത് ആണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ വലുതായാലും ഇടതായാലും ആരായിരുന്നാലും അവർ ഈ ഒരു പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നു. പിന്നെ പൂർണ്ണമായൊരു ഫയല് ഗവൺമെന്റ് മുന്നിൽ വെച്ചാൽ ആർക്കാണ് തള്ളിക്കളയാൻ? തീർച്ചയായിട്ടും അത് അല്ലെങ്കിൽ അത് കോടതിയുണ്ട്, ഇവിടെ നിയമപ്രകാരം നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഒരു മുസ്ലിം ലീഗ് കൊണ്ട് ഒരു നേട്ടവും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല, നമുക്ക് കിട്ടാവുന്ന വലിയ നേട്ടങ്ങൾ എത്രയോ വലുതായിരുന്നു. മറ്റ് സ്റ്റേറ്റുകൾ ഇപ്പൊ കർണാടകയിലും യു പിയിൽ അവിടുത്തെ മദ്രസകൾക്ക് അംഗീകാരമുണ്ട്. പക്ഷെ മദ്രസകൾക്ക് അംഗീകാരമുണ്ടെങ്കിൽ മദ്രസയിൽ നിന്ന് പാസ്സാകുന്നവർക്ക് സർക്കാർ ജോലി കിട്ടുന്നുണ്ട്. ഇവിടെ മദ്രസയ്ക്ക് യാതൊരു അംഗീകാരവും. പക്ഷെ യിലെ മുസ്ലിം പരിസരം അത്ര മലീമസമല്ലേ? അവർക്ക് എവിടെയാണ് മുസ്ലിം ഗല്ലികൾ ഏറ്റവും പുരോഗതി ഇല്ലാത്ത ഇടങ്ങളാണ്. സർക്കാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ബംഗാളിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യമല്ലേ കേരളത്തിന്റെ സാന്നിധ്യം കേരളത്തെക്കാൾ കൂടുതലുള്ളത് വെസ്റ്റ് ബംഗാളിലാണ് ആയിരുന്നു. അപ്പൊ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായിട്ട് അവിടെ വളരാൻ സാധിച്ചില്ല. അവിടുത്തെ നേതൃത്വം തന്നെ പങ്കുവയ്ക്കുന്നത് ബംഗാളിലെ മുസ്ലിം ലീഗിനെ വളരാൻ വിടുന്നില്ല. കാരണം ബംഗാളിലെ മുസ്ലിം ലീഗ് വളർന്നാൽ അത് കേരളത്തെക്കാളും മുന്നിലെത്തും. സ്വാഭാവികമായും അപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കില്ല. ലീഗ് രാഷ്ട്രീയം കൊണ്ടുണ്ടായതാണെങ്കിൽ കേരളത്തിൽ ഉണ്ടാകണ്ടേ? കേരളത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വം കൊണ്ട് ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കൂടുതൽ ഡൈവേർട്ട് ചെയ്തു പോകേണ്ടത് ഞാൻ പറഞ്ഞ അതല്ല എന്റെ ഫോക്കസ്. ഞാൻ പറഞ്ഞത് മതപണ്ഡിതന്മാർ രാഷ്ട്രീയ രഹിതമായി കക്ഷി രാഷ്ട്രീയ രഹിതമായി വേറിട്ട് നിന്നുകൊണ്ട് രാഷ്ട്രീയം അതിന്റെ വഴിക്ക് നടക്കട്ടെ, അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. അത് ഏത് കാലത്തും ഏത് ഗവൺമെന്റാണുള്ളതെങ്കിലും ആ കാര്യങ്ങൾ നമ്മളെ ചർച്ചയിലേക്ക് വന്നത് ഇതായിരുന്നു. സമഗ്രമായ ഇസ്ലാമിൽ സ്വാഭാവികമായും മറ്റെല്ലാ സാമ്പത്തികമുള്ളതുപോലെ ഞാൻ പറയാം രാഷ്ട്രീയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ ബുദ്ധിയുള്ള ആളുകളെ നാം പടച്ചുവിടണം. രാഷ്ട്രീയ പാർട്ടികളിൽ അത്തരം ആളുകൾ വളർന്നു വരുന്നതിനെ നാം പ്രോത്സാഹിപ്പിക്കണം. ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ പരിപാടിയിലേക്ക് നാം തിരിഞ്ഞുകൊണ്ട് നമ്മുടെ ഊർജത്തെ അതിലേക്ക് കൊടുക്കുന്നതിന് പകരം ഏത് ഗവൺമെന്റ് വന്നാലും അവരെ കൊണ്ട് നല്ല പോളിസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉമ്മത്തിനെ, ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളെയും ഗവൺമെന്റിനെയും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. കേരളത്തിൽ ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും അവരുമായി നല്ല റിലേഷൻ, അവരിൽ നിന്ന് കിട്ടേണ്ട അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും സമുദായത്തിന് വാങ്ങിക്കൊടുക്കുന്നു. അത് കേന്ദ്രത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായ അത്ര നേട്ടം മുഹമ്മദ് അലി ജൗഹറിന്റെ സമര പോരാട്ടങ്ങളെ കൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വലിയൊരു നിരീക്ഷണമാണത്. ഒരുപക്ഷെ ഈ ഇംഗ്ലീഷുകാരുടെ കൂടെ നിന്നുകൊണ്ടാണ് സർ സയ്യിദ് ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം തൊപ്പി വെച്ചും താടി വെച്ചും ഖുർആൻ ഓതിയും. ഇപ്പൊ നമ്മുടെ മിനിസ്റ്റർ കേരളത്തിൽ നിന്ന് അബ്ദുൾ റബ്ബ് അലിഗഡിൽ ചെന്നപ്പോ പ്രസംഗിക്കാൻ നിന്നപ്പോ തൊപ്പി വെക്കാത്തത് കൊണ്ട് പിന്നിൽ നിന്ന് കുട്ടികൾ ശബ്ദമുണ്ടാക്കി. പിന്നെ തൊപ്പി വെച്ചു. കാരണം അവിടുത്തെ ഒരു കസ്റ്റമാണ്. അപ്പൊ ഇസ്ലാമിക സംസ്കാരത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതാത് കാലത്ത് ഗവൺമെന്റുകളുമായി ഏറ്റുമുട്ടാതെ അവർക്ക് അവരുടെ ഗുണങ്ങൾ രാജ്യത്തിന് മുസ്ലിങ്ങൾക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും നേടിക്കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം. അഥവാ ആ അർത്ഥത്തിൽ നിലവിലുള്ള ഗവൺമെന്റ് ഏത് എന്ന് നോക്കാതെ BJP ആണോ നരേന്ദ്രമോദിയാണോ ആര് എന്ന് നോക്കാതെ ഒരു സഹകരണത്തിന്റെ പാത സ്വീകരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. അല്ലാതിരുന്നാൽ നമ്മുടെ സമയം അനാവശ്യമായ. പക്ഷെ അവിടെ ഒരു ആശങ്ക വരുന്നുണ്ട്. പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. വലിയ കലാപങ്ങൾ ഗുജറാത്തിൽ നടന്നു, വംശഹത്യകൾ നടന്നു. മുസ്ലിം വിരുദ്ധ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയരായ ആളുകളുടെ ഒരു കൂടാരമാണ് സംഘപരിവാരം എന്നുള്ളത്. ആ അർത്ഥത്തിൽ സംഘപരിവാർ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കടിഞ്ഞാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഭരണത്തിന് മുസ്ലിം ജനതയുടെ പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മറുവശം കൂടി പിന്തുണ കൊടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്.
നമ്മൾ ഭരണത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയല്ലല്ലോ. പക്ഷെ അവിടെ നമ്മൾ ഒരു വിധേയപ്പെടലിന്റെ തലത്തിലേക്ക് പോവുകയില്ല. ഇല്ല, വിധേയപ്പെടുന്ന കാര്യത്തിലേക്ക് പോകുന്നില്ല. ഗവൺമെന്റിനെ എതിർത്ത് ശബ്ദിച്ച് അതിൽ ഊർജം കളയുന്നതിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മറ്റും നമ്മൾ മുന്നോട്ട് പോകുന്നതിന് അത് തടസ്സമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ രണ്ട് മതങ്ങളും അപ്പുറം നിന്ന് പരസ്പരം അറിയാത്ത ആളുകൾ അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന വലിയ ബോംബ് പോലെ നമ്മൾ മാറി നിന്നുകൊണ്ട് ഇതാ വരുന്നു, നമുക്കെതിരെ വലിയ ശക്തി വരുന്നു, നേരത്തെ കലാപമുണ്ടാക്കിയ ആളുകളാണ്, കൊല്ല നടത്തിയവരാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് സമുദായത്തെ നിർത്തേണ്ട കാര്യമില്ല. നമ്മൾ എവിടെയും പേടിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് ഭയന്നു നിൽക്കാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞിട്ടില്ല. എന്നും നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് വേണ്ടത്. ആര് ഭരിച്ചാലും നിങ്ങൾക്ക് നന്മ കൈവരും. ഒരുപക്ഷെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം ഇതൊക്കെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ലക്ഷ്യത്തോടെയാണോ മുസ്ലിം ജമാഅത്ത് ഉദ്ദേശിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിനെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സാമ്പത്തികമായും മറ്റും ഉയർത്തിക്കൊണ്ടുവരിക, അയൽവാസികളെ തിരിച്ചറിയാനുള്ള ഒരു ബോധം അവർക്ക് നൽകുക, മറ്റു മതക്കാർക്ക് ഇസ്ലാമിന്റെ നല്ലൊരു സന്ദേശത്തെ കൈമാറുകയും പൂർവ്വകാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നോ അത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് അതിലെന്തെങ്കിലും ഒരു മേൽക്കോയ്മ കൈവരിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുന്ന ഒരു സമയം അല്ല. അഥവാ രാഷ്ട്രീയം എന്നുള്ളത് കേരള മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഒരിക്കലും ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതേ അല്ല. രാഷ്ട്രീയ ബോധവൽക്കരണവും പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനും അവയർനെസ്സും അത് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യം. സമസ്തയുടെ ലക്ഷ്യം SYS ഇതുവരെ ചെയ്തത് അത് തന്നെയാണ് മുസ്ലിം ജമാഅത്ത് ചെയ്യുന്നത്. അഖിലേന്ത്യാ തലത്തിലേക്ക് കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അഖിലേന്ത്യാ തലത്തിൽ അഥവാ നാം നേരത്തെ സൂചിപ്പിച്ച ആസാമിലും ബീഹാറിലും UP-യിലും ബംഗാളിലുമൊക്കെയുള്ള ഈ ബോധമില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ അവബോധമില്ലാത്ത ആളുകൾക്കിടയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളില് സ്വത്വബോധമുണ്ടാക്കുക. നാം നോർത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയമായ ഒരു ചിന്ത കൂടുതലാണ് മുസ്ലിങ്ങളിൽ. നാലാൾ ഒരുമിച്ച് കൂടിയാൽ ഉടനെ തന്നെ എനിക്ക് ഇലക്ഷനിൽ നിൽക്കാം, വിജയിക്കാം, MLA ആകണം. ആ ഒരു ചിന്ത, MLA ആകണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യന് കൊടുക്കുന്നത് 5 വർഷത്തെ ആയുസാണ്. കാരണം ഈ വർഷം കിട്ടിയില്ല, ഇനി 5 വർഷം കഴിഞ്ഞാൽ കിട്ടുമല്ലോ, അപ്പൊ 5 വർഷം പ്രതീക്ഷയായിട്ട് നടക്കാം. അങ്ങനെ ഒരു 4 ടേം കഴിഞ്ഞാൽ 20 വർഷം ജീവിതത്തിൽ പോയി കിട്ടും. 5 വർഷത്തെ പ്രതീക്ഷകളാണ് ഓരോ ആഗ്രഹങ്ങളും. അതെ. അപ്പോ ഒരു MLA ആകാനുള്ള ആഗ്രഹം, ഇനി 5 വർഷം ഫ്രീ, ഇനി അടുത്ത കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ 5 വർഷം കഴിച്ചിലാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ജീവിതം നശിക്കും. ആദ്യ ഇലക്ഷൻ വരുമ്പോ എവിടെയെങ്കിലും ഒന്ന് കുത്താം. ആരാണോ വരുന്നത് അവരോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക. ശരി, കേരള മുസ്ലിം ജമാഅത്തിന് നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പരമ്പരാഗതമായി നാം ജീവിക്കുന്ന ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. കക്ഷി രാഷ്ട്രീയം എന്ന് നമ്മൾ അതിനെ സൗകര്യത്തിന് വിളിക്കുന്നു. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, എല്ലാ പാർട്ടികളുമുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിന് ഈ എല്ലാ കക്ഷികളോടും ഒരേ ദൂരമാണോ? അങ്ങനെ ഒരളവ് പോലും വെച്ച് അളക്കാൻ പറ്റിയ ഒരു പ്രത്യേക സമീപനത്തിന്റെ ഒരു കാര്യമില്ലല്ലോ. പൊതുവെ പറഞ്ഞാൽ അങ്ങനെയാണ്. രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ടു എവരിബഡി. പക്ഷെ സംഘപരിവാർ ഓരോ സമയത്തുണ്ടാകുന്ന പാർട്ടികളുടെ പ്രത്യേകമായ ചില നയങ്ങളും പോളിസികളുമായിട്ട് നമുക്ക് എതിർപ്പുണ്ടാകാം. അതിന് ആശയപരമായി നാം വിയോജിക്കുകയും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എങ്ങനെ അതിനോട് പ്രതികരിക്കാം എന്നുള്ള ഒരവസ്ഥയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. അഥവാ നിലപാടുകൾ ഒരിക്കലും CPM-നോട് കോൺഗ്രസിനോട് ഒരു പാർട്ടിയും പൊതുവെ ഒരു ധാരണ തുറന്ന് ചോദിക്കുന്നതിൽ ക്ഷമിക്കുക. പൊതുവെ ഒരു ധാരണ അത് പറഞ്ഞു പരത്തപ്പെടുന്നതാണോ അതോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുസ്ലിം ലീഗിനോട് ഒരു ശത്രുതയുള്ളവരാണ് കാന്തപുരം വിഭാഗം എന്നൊരു പ്രചരണം നിലനിൽക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പരിസരത്തിലെങ്കിലും. അത് യഥാർത്ഥത്തിൽ മുജാഹിദ് വിഭാഗം ഉണ്ടാക്കുന്ന ഒരു പ്രചരണമാണ്. കാരണം മുജാഹിദുകൾക്ക് അവർക്ക് മുസ്ലിം ലീഗിന്റെ ആധിപത്യ സ്ഥാനത്ത് നിൽക്കണം. അപ്പൊ സുന്നികൾ നിങ്ങൾക്കെതിരാണ് എന്നുള്ള ഒരു ചിന്ത മുസ്ലിം ലീഗിൽ സൃഷ്ടിക്കപ്പെട്ടെടുത്താല് അപ്പൊ സ്വാഭാവികമായും സുന്നികൾ മേൽ ഉയർന്നു വരുന്നതിനെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം അത്ര കൂടുതൽ ശ്രദ്ധിച്ചുകൊള്ളണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കാന്തപുരം വിഭാഗത്തിന് ലീഗുമായി വളരെ സഹകരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെയാണ് ലീഗിനെയും നാം കാണുന്നത്. പക്ഷെ ഒരു മതത്തിന്റെ പ്രതിനിധിയായിട്ട് മുസ്ലിം ലീഗിനെ നാം കാണുന്നില്ല എന്ന് മാത്രം.
മുസ്ലിം ലീഗും അങ്ങനെ അവകാശപ്പെടുന്നില്ല. ഒരു മതത്തിന്റെ ആളുകളാണ് എന്നുള്ള അവർക്കും അങ്ങനെ ഒരു അവകാശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ ഇവിടെ തർക്കങ്ങളില്ല. പക്ഷെ പലപ്പോഴും ഈ പ്രചരിപ്പിക്കപ്പെടുന്നത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ അതിൽ ചില അജണ്ടകൾ ഉണ്ടായിരിക്കാം, ഈ പറഞ്ഞതുപോലെ. തീർച്ചയായും അജണ്ടയുണ്ട്. പക്ഷെ അതിന് അനുഗുണമായ വിധത്തിൽ അല്ലെങ്കിൽ ആ അജണ്ടയെ സാധൂകരിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ നിന്ന് ചിലതുണ്ടാകുന്നുണ്ട്. പക്ഷെ മറുഭാഗത്തു നിന്നും അല്ലെങ്കിൽ നേരത്തെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ തനിച്ച രാഷ്ട്രീയക്കാരും മറുഭാഗത്ത് സമസ്തയുടെ ഭാഗത്താണെങ്കിൽ അതിന്റെ ആളുകളുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ രണ്ടിലും കൂടെ ഒരേ സമയത്ത് സമസ്തയുടെയും രാഷ്ട്രീയത്തിന്റെയും നേതൃത്വം ചില ആളുകൾ കൈയാളുന്നത് കൊണ്ട് അവർക്കൊരു വ്യക്തമായ നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. സമസ്തയുടെ ഖണ്ഡിതമായ ചില തീരുമാനങ്ങളെ ലംഘിക്കേണ്ടി വരുന്നു. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ആളുകളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ചില നിൽപ്പുകൾ ഉണ്ടാകുന്നതെല്ലാം ഈ ഒരു ജോയിന്റ് അത് ലീഗിന്റെ ഒരു പ്രവർത്തനത്തിലുള്ള അവർക്ക് ക്ഷീണം ചെയ്യുന്നതായിട്ടാണ്. അഥവാ രാഷ്ട്രീയമായും മതപ്രവർത്തനമായും മുന്നോട്ട് പോകണമെന്നാണ്. അവിടെ മറ്റൊരു പ്രശ്നം വരുന്നത് നമുക്കൊരിക്കലും ശത്രുതയില്ല. അല്ല, അവിടെ മറ്റൊരു വിഷയമില്ലേ, രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മതപ്രവർത്തനം സാധ്യമാവുക എന്നുള്ളൊരു ചോദ്യം വരും. രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുകയല്ല, രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ ഇവിടെ മതത്തിന്റെ ആളുകൾ തന്നെ വേണം എന്നില്ല. അത് മതപണ്ഡിതന്മാരും മതപ്രവർത്തകരും തന്നെ വേണമെന്നില്ല. സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, അവർ ഗവൺമെന്റ് ഉണ്ടാക്കട്ടെ, പോളിസി ഉണ്ടാക്കട്ടെ, അതിനാവശ്യമായ അജണ്ടകൾ നമുക്ക് കൊടുക്കാം. നമുക്ക് അവരുടെ കൂടെ നിന്ന് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ച് ഓരോരുത്തരും അവരവരുടെ സഞ്ചാരപഥങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു വഴി. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്, അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് സുന്നികളുടെ ഒരു ഐക്യം എന്നുള്ളത്. ഇടക്ക് വെച്ച് നമ്മൾ ദർശന ടി വി തന്നെ ചില ചർച്ചയിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുന്നു. വളരെ അനുകൂലമായ അല്ലെങ്കിൽ പ്രതീക്ഷാ നിർഭരമായ വാക്കുകൾ അന്ന് അങ്ങയിൽ നിന്നും ദർശനയിലൂടെ കേരളത്തിലെ മുസ്ലിം സമൂഹം കേട്ടതാണ്. എന്താണ് അതിന്റെ അടുത്തൊരു പടി? ആ രീതിയിൽ തന്നെയുള്ള മുന്നോട്ടു പോക്ക് സംഘടനാപരമായി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സംഘടന എന്നും അതിന് തയ്യാറാണ്. ആരെങ്കിലും ഇടയ്ക്ക് അതിന്റെ ഒരു മീഡിയേറ്ററായി വന്നാലും ഞങ്ങളുടെ സംഘടന അതിനുവേണ്ടി വരാൻ തയ്യാറാണ്. രണ്ട് കക്ഷികളും യോജിക്കാൻ വേണ്ടി എപ്പോൾ സാഹചര്യം ഒരുങ്ങുന്നോ സംഘടനാപരമായി ഞങ്ങൾ അതിന് ഞങ്ങളിപ്പോ യുവ സമൂഹം എന്ന നിലക്ക് ഔട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, ഇപ്പോ കേരളത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം അകലം കുറക്കുകയാണ്. സംഘടനാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നുള്ള സ്ഥാനമാനങ്ങളോ കമ്മിറ്റിയോ എന്നല്ല, വ്യക്തികൾ പരസ്പരം അടുക്കാൻ ശ്രമിക്കുക. ഈ സംഘടനാപരമായ ഭിന്നിപ്പുകളെ വ്യക്തികളെ അകറ്റി നിർത്തുന്നുണ്ടായിരുന്നു. പരസ്പരം കല്യാണത്തിന് പോവുകയും വരികയും സമ്മേളനങ്ങളും ചർച്ചകളിലും വരികയും അങ്ങനെ ഉന്നതമായ കാര്യങ്ങളിലേക്ക് ഈ ഐക്യം കടന്നുവരും. അപ്പൊ പൊതുവിഷയങ്ങൾ ലേബലുകളൊന്നുമില്ലാതെ ചർച്ചക്ക് കൊണ്ടുവരുന്നു. അതിന് സെമിനാറുകളും സമ്മേളനങ്ങളും നടക്കുന്നു. അതിൽ കക്ഷിയുടെ ലേബൽ ഇല്ലാതെ തന്നെ രണ്ടു കൂട്ടരും സംബന്ധിക്കുന്നു. അങ്ങനെയുള്ള ഐക്യം വരുന്നുണ്ട്. സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ അതിവിടെ പലരും ആഗ്രഹിക്കുന്നില്ല. സുന്നി ഐക്യം എന്ന് പറഞ്ഞ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ 95% മുസ്ലിംകളും യോജിച്ചു. ഇതിനെ വളരെ ന്യൂനപക്ഷമായ ഇവിടെ ജനങ്ങൾക്കിടയിൽ ഇത്തരം തീവ്രവാദപരമായ ചിന്താഗതികളും വിഘടന ചിന്താഗതികളും യാഥാസ്ഥിക ചിന്താഗതികളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. മുസ്ലിം ലീഗിന്റെ നേതൃതലങ്ങളിലും ഈ പുത്തൻ ചിന്താഗതിക്കാരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ലീഗിന്റെ ബഹുമാനപ്പെട്ട നേതൃത്വം പലപ്പോഴും സുന്നികളെ യോജിപ്പിക്കണം എന്നാഗ്രഹിച്ചാൽ പോലും അതിലുള്ള ചില ബ്രെയിനുകള് ഈ മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രത്യേകിച്ച് മുജാഹിദിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സുന്നികൾ യോജിക്കരുത് എന്നാഗ്രഹിക്കുന്നവരാ. കേരളത്തിൽ മുജാഹിദ് ഭിന്നിച്ചു നിന്നപ്പോൾ മുജാഹിദിനെ യോജിപ്പിക്കാൻ വേണ്ടി ഔദ്യോഗികമായി പാർട്ടിയുടെ മന്ത്രിമാരും മുൻമന്ത്രിമാരും ഒക്കെ രംഗത്ത് വന്ന് പ്രവർത്തിച്ചല്ലോ. സുന്നിയെ യോജിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ? അവിടെ കക്ഷി ചേരുകയല്ലാതെ ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പൊ ഈ കാര്യം ചെയ്യാൻ കഴിയുക മുസ്ലിം ലീഗിന് തന്നെയാണ്. മുസ്ലിം ലീഗ് ആത്മാർത്ഥമായി മുന്നോട്ട് വരുന്ന പക്ഷം കേരളത്തിൽ സുന്നികളെ യോജിക്കും. ഒരു തടസ്സം അതിനുണ്ടാവില്ല. ഒരു തടസ്സം ഉണ്ടാവില്ല. സംഘടനാപരമായി ഐക്യപ്പെടുക എന്നുള്ളത് ഒരു പക്ഷേ ഒരു ലയനം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരസ്പരം അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പരസ്പരം ഒന്നിച്ച് വേരുകൾ പങ്കിടുക, ഒന്നിച്ച് കണ്ടാൽ സലാം പറഞ്ഞ് പിരിയുന്ന തിരിച്ച മുഖത്തോടുകൂടെ സംഘടനാപരമായി തന്നെ യോജിക്കാം. ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി അവര് വെച്ചൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല വെച്ച് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയും.
പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് ചെയ്യുന്നത് ശരിയല്ല എന്നറിയാമെങ്കിലും പാണക്കാട് കുടുംബവുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യത്തിന് കാന്തപുരം വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ട് എന്നാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെയല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നതാണ്. പാണക്കാട് കുടുംബം അഹ്ലുബൈത്താണ്, സുന്നികളാണ് എന്നതുകൊണ്ട് തന്നെ അവർ മതരംഗത്ത് നിൽക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അതിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയ കക്ഷികളിലെ അംഗങ്ങളായി നിലനിൽക്കട്ടെ. കുടുംബം ഇവിടെ നോട്ടമേ ഇല്ല. ശരി, ആ അർത്ഥത്തിൽ ഒരു പക്ഷേ പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഫോർമുല അംഗീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്? ഒരു വ്യക്തി മുന്നോട്ട് വെക്കുന്ന ഫോർമുല എന്നതല്ല, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല വന്നാൽ അത് എല്ലാവരും അംഗീകരിക്കും. അഥവാ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയ ചർച്ച നടത്തിയാൽ രണ്ടു ഭാഗത്തുനിന്നും വളരെ കൃത്യമായ ആശയങ്ങൾ രൂപപ്പെട്ടു വരികയും യോജിപ്പിലേക്ക് എത്തുകയും ചെയ്യും. വ്യക്തിപരമായി ഇരുവിഭാഗത്തിലെയും നേതാക്കളുമായി ബന്ധമുള്ളതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും മനസ്സുകൾ യോജിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമുക്കത് ആ ഒരു യോജിപ്പിന്റെ നല്ല നാളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അവസാനമായി നമുക്ക് ഒരു സംഗതി കൂടിയാണ് അങ്ങയിൽ നിന്ന് അറിയാനുള്ളത്. നമ്മുടെ സൊസൈറ്റിയിൽ പകുതിയിലധികം സ്ത്രീകളാണ്. അത് മുസ്ലിങ്ങളിൽ എന്നുള്ളതല്ല, പൊതുവെ കേരളീയ ജനസംഖ്യയിൽ പകുതിയിലധികം സ്ത്രീകളാണ്. പലപ്പോഴും നമ്മുടെ സ്ത്രീകളുടെ പേരിലാണ് ഇസ്ലാം പലപ്പോഴും പഴഞ്ചനാണ് അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നത്. നമ്മുടെ സ്ത്രീകൾ അഥവാ മുസ്ലിം സ്ത്രീകൾ അവരുടെ സർഗാത്മകതയോ അല്ലെങ്കിൽ അവരുടെ കഴിവുകളോ അടുക്കളകളിൽ തളച്ചിടപ്പെടുന്നു എന്നൊരു ഒരു ആക്ഷേപത്തിന് യഥാർത്ഥത്തിൽ സാധുതയില്ലേ? ഞാൻ പറയുന്നത് സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാം എന്ത് പറഞ്ഞു എന്നത് ആരും എടുക്കണ്ട. മേനകാ ഗാന്ധി എന്ത് പറഞ്ഞു, യേശുദാസ് എന്ത് പറഞ്ഞു, യമൻ കാരശ്ശേരി എന്ത് പറഞ്ഞു, സിനിമക്കാരുടെ സംഘടനയായ അമ്മ എന്ത് പറഞ്ഞു, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മതി. മേനകാ ഗാന്ധി പറഞ്ഞത് എന്താ? 6 മണിക്ക് ശേഷം പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല. അമ്മ പറഞ്ഞത് ആണുങ്ങൾ കൂടെ ഇല്ലാതെ നടികൾ പുറത്തിറങ്ങരുത്, മഹ്റം കൂടെ വേണം എന്നാണ്. യേശുദാസ് പറഞ്ഞത് മോശമായ വസ്ത്രധാരണമാണ് പെൺകുട്ടികൾക്ക് പീഡനത്തിന് കാരണമാകുന്നത് എന്നാണ്. എം.എൻ. കാരശ്ശേരി ഈയിടെ പറഞ്ഞത് എന്താ? നമ്മുടെ മന്ത്രി ശശീന്ദ്രന്റെ സംഭവമുണ്ടായ സമയത്ത് പെണ്ണ് ഇന്റർവ്യൂവിന് വരരുത് എന്ന് കാന്തപുരമാണ് പറഞ്ഞത്, അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് എം.എൻ. കാരശ്ശേരി പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മുസ്ലിമിന്റെ എതിരായി അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ആളുകൾ എന്തൊക്കെ പറയുന്നോ അത് അവരെല്ലാം പറയുന്നു ഇസ്ലാം പറയുന്നതാണ് ഇവിടെ വേണ്ടത് എന്ന്. മുസ്ലിം ഒരിക്കലും സ്ത്രീയെ പിറകോട്ട് വലിച്ചിട്ടില്ല. മർക്കസിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പകുതിയോളം തന്നെ പെൺകുട്ടികളാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസപരമായി എത്രയും പെണ്ണിനുയരാം. മർക്കസ് മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ട്, ലോ കോളേജ് നടത്തുന്നുണ്ട്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവിടെ എല്ലാം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്നെല്ലാം ഇറങ്ങി വരുന്ന പെൺകുട്ടികൾ പക്ഷെ പിന്നീട് അടുക്കളയില്ലാതെ വിശപ്പടങ്ങൂല. അടുക്കള വേണം. പക്ഷെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ സ്ത്രീകൾക്കും ചില കർത്തവ്യങ്ങൾ നിർവഹിക്കാനില്ല, അവർക്കും അവരുടേതായ പങ്ക് നിർവഹിക്കാനില്ലേ? നാളിതുവരെ മുസ്ലിം സ്ത്രീകൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്, ഇനിയും നിർവഹിക്കാം. സംഘടനാപരമായി അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു രീതി അത് അനിസ്ലാമികമാണ്. അതിന്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. നമുക്കറിയാം നമ്മുടെ നാട് 50%-ലധികം സംവരണമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മുഴുവനും പുരുഷന്മാർക്ക് വേണ്ടിയല്ല. നിങ്ങളിപ്പോ ജോലി ചെയ്യുന്നത് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനാണ്, നിങ്ങളുടെ പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോ പുരുഷൻ പ്രവർത്തിക്കുന്നത് പുരുഷന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന്റെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഞാൻ അരി കൊണ്ടുവരുന്നു, നീ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നുള്ള വ്യത്യാസമാണുള്ളത്. പക്ഷെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്സരി, ഞാൻ ചോദിച്ചത് ഇതാണ്. അതായത് നിലവിലുള്ള നമ്മളൊരു രാഷ്ട്രീയാധിഷ്ഠിത സമൂഹമാണ്, ജനാധിപത്യപരമായി ജീവിക്കുന്ന ഒരു സമൂഹം. 50%-ലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിൽ സംവരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു അബദ്ധം ചെയ്തു പോയതാണ്. പക്ഷെ ആ അബദ്ധം അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അതിനോട് ചേർന്ന് പോകേണ്ടതല്ലേ നാം? തീർച്ചയായും. അപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ പോകാൻ പറ്റിയ ആ നിലക്കുള്ള ആളുകളുണ്ട്. അതിന് മുസ്ലിങ്ങൾ തന്നെ ആവണമെന്നുണ്ടോ? ഭരണത്തിൽ മുസ്ലിം അവിടെയാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, മുസ്ലിങ്ങൾ തന്നെ ഭരണത്തിൽ വരേണ്ട കാര്യം നമുക്കില്ല. റോഡ് ഉണ്ടാക്കാനും പാലം ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും എല്ലാം ഏത് മതക്കാരായാലും മതി. മദീനത്തെ പള്ളി ഉണ്ടാക്കിയത് മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളാണ്. അപ്പൊ അന്യ മതക്കാരല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യും.
പക്ഷെ അങ്ങനെയെങ്കിൽ ഈ ഒരു വിഭാഗം പൂർണ്ണമായും അകറ്റി നിർത്തപ്പെടുകയായിരിക്കുകയില്ലേ ഫലം? പക്ഷെ ഇവിടെ മതത്തെ വേർതിരിച്ച് കാണുന്നത് കൊണ്ടാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ നമ്മൾ അത് മുസ്ലിമിന്റേത്, ഇത് ഹിന്ദുവിന്റേത്, മറ്റത് ക്രിസ്ത്യാനിയുടേത് എന്ന് കാണരുത്. ഭരിക്കുന്നവർ എല്ലാവരുടേതും, അവർ എല്ലാവർക്കും വേണ്ടിയും ആ കാര്യങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വനിത ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാകും അനിസ്ലാമികമാവുക? ആകില്ലല്ലോ. ആ അർത്ഥത്തിൽ പൂർണ്ണമായും ഇസ്ലാം ഉൾക്കൊണ്ടാൽ അത് ഇസ്ലാമികമാകില്ലല്ലോ. എങ്കിൽ ആ അർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാം. നിലവിലുള്ള സാഹചര്യത്തിൽ പൂർണ്ണമായും ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മത്സരിക്കാൻ സാധിക്കുമോ? താങ്കൾ പറയും. എന്റെ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും അവളുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ അവളുടെ ആങ്ങളമാരുടെ അല്ലെങ്കിൽ അവളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ ഒക്കെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് എന്തിനാണ് പെണ്ണ് പോകുന്നത്? പക്ഷെ നിലവിലൊരു സാഹചര്യമുണ്ട്, ആങ്ങൾക്ക് മത്സരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ആ വാർഡിൽ അവിടെ അന്യമതസ്ഥരായ ആളുകൾ മത്സരിക്കട്ടെ. എന്തുകൊണ്ട് അവിടെ ഒരു മുസ്ലിമിന് മതത്തിൽ മുസ്ലിം പെണ്ണിന് മത്സരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് അവൾ മഹ്റമില്ലാതെ, അഥവാ അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് മഹ്റമില്ലാതെ പുറത്തു പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭർത്താവ് ഇങ്ങനെ കൂടെ പോവുക. പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ അവളെ ഉള്ളിലേക്ക് കയറ്റി ഭർത്താവ് പുറത്ത് കാത്തു നിൽക്കണം. അപ്പൊ രണ്ടാളുടെ തൊഴിൽ നഷ്ടമാണ്. മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ വലിയ മാനുഷിക ഊർജ്ജമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അവിടെ ഒരാൾ പ്രവർത്തിച്ചാൽ മതി. ആ സമയത്ത് വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യൽ നടക്കുകയും ചെയ്യും. പെണ്ണിന് സ്കൂളിൽ പോകാം, പഠിപ്പിക്കാം, അങ്ങനെ അവൾക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകളിലെല്ലാം അവർക്ക് പ്രവർത്തിക്കുക. അവിടെയും സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴും മഹറമായ ആളുകൾ ഉണ്ടാവില്ലേ? ഇല്ല, പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളുണ്ടല്ലോ, കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ടല്ലോ. മർക്കസിന്റെ സഹറത്തുൽ ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെണ്ണുങ്ങളാണ് പഠിപ്പിക്കുന്നത്, ചെറിയ കുട്ടികളാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ. മർക്കസ് ഗേൾസ് ഹൈസ്കൂൾ ഉണ്ട്, പൂർണ്ണമായും സ്ത്രീകളാണ് അധ്യാപികമാർ, പഠിക്കുന്നത് മുഴുവനും സ്ത്രീകളാണ്. അവർക്ക് തന്നെ ഒരുപാട് മേഖലകൾ ഉണ്ടായിരിക്കെ അത് വിട്ടു പുറത്തു പോകണം എന്ന വാശി പിടിക്കുന്നതിന് പിറകിൽ ചില യൂറോപ്യൻ താല്പര്യങ്ങളുണ്ട്. അതിൽ നമ്മളും വശംവദരാവുകയാണ്. പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പീഡനത്തിനിരയാവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനെതിരെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ചില ആളുകൾ പറഞ്ഞതുപോലെ പറഞ്ഞ് അത് നടപ്പിലാക്കിയാൽ, എനിക്ക് ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്, ഇസ്ലാമിക് ബാങ്കിംഗ് ലോകത്ത് പരീക്ഷിച്ചതുപോലെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമമൊന്ന് പരീക്ഷിക്കുക. മതത്തിന്റെ പേരിലല്ല, ഇസ്ലാം കൊണ്ടുവന്ന, ഇസ്ലാം അനുശാസിച്ചിട്ടുള്ള മതനിയമങ്ങൾ എല്ലാവരും ഒന്ന് നടപ്പിലാക്കി നോക്കട്ടെ. ഇവിടെ പീഡനങ്ങളുടെ വാർത്തകൾ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? ഒരു 5 വർഷം പരീക്ഷിച്ചൂടെ? എന്നിട്ട് തീരുമാനിക്കാം. തീർച്ചയായിട്ടും വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ അഭിമുഖത്തിനെത്തിയ ഡോക്ടർ അബ്ദുൽ താങ്ക് യു.